ഹലാലും തൊയ്യിബുമായ ഭക്ഷണം മാത്രം കഴിക്കാൻ കൊടുക്കണം. ഹലാല് തൊയ്യിബ്, എല്ലാ ഹലാലുകളും തൊയ്യിബാവൂല, എല്ലാ തൊയ്യിബുകളും ഹലാലായിരിക്കും. തൊയ്യിബ് എന്ന് പറഞ്ഞാൽ മനസ്സിന് സംതൃപ്തിയോടുകൂടെ നൽകുന്നതിനാണ് തൊയ്യിബ് എന്ന് പറയാം. സംതൃപ്തി ഇല്ലാതെ കിട്ടുന്നത് ഹലാലാണെങ്കിൽ പോലും തൊയ്യിബാവൂല. ഹലാല് പലതും ആവും, പക്ഷെ തൊയ്യിബാവൂല. അതായത് എങ്ങനെ ഇപ്പൊ നമ്മൾ പറയാ, നമ്മളൊരു സാധനം വിറ്റു, ഒരാളത് വാങ്ങിയ ആൾക്ക് തൃപ്തിയായില്ല എങ്കിൽ വിറ്റത് ഒറിജിനൽ വിലയും ഒറിജിനൽ ലാഭമൊക്കെ വാങ്ങിയിട്ടാണെങ്കിൽ പോലും തൊയ്യിബായിരിക്കൂല. അപ്പോൾ വാങ്ങിയവൻ, അതായത് പണം നൽകുന്നവന്റെ മനസ്സിന്റെ സംതൃപ്തിയാണ് തൊയ്യിബ് എന്ന് പറഞ്ഞാല്. പണം നൽകുന്നവന്റെ അല്ലെങ്കിൽ പണം ചെലവഴിക്കുന്നവന്റെ മനസ്സിന്റെ സംതൃപ്തി, അതിനെയാണ് തൊയ്യിബ് എന്ന് പറയാം. അതിന് ഞാൻ ഉദാഹരണം പറയലുണ്ട്. നമ്മളൊക്കെ നാടുകളിൽ പഴയ കാലത്ത് പല ദർസുകളൊക്കെ നാടാണുള്ളത്. മുമ്പൊക്കെ പള്ളിയിലൊക്കെ പഠിപ്പിക്കുന്ന മുദരിസുമാർക്കൊക്കെ ചില പ്രത്യേക വീടുകളിൽ നിന്ന് മാത്രമാണ് ചെലവ് കൊണ്ടുവരിക. മഹലിലെ എല്ലാ വീട്ടൊന്നും ഉണ്ടാവില്ല. ചില പ്രത്യേക അതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന തയ്യാറായി വരുന്ന, പ്രത്യേകിച്ച് അത് കൃഷിയുള്ള വീടുകളായിരിക്കും. കൃഷി ഉണ്ടാകുമ്പോൾ ഭക്ഷണത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കൂട്ടാൻ തൊടുവെന്ന് പറിക്കുന്നതാണ്. പിന്നെ ഇപ്പോൾ ഉണക്കൽ മീനൊക്കെയാണ് വേണ്ടത്, അതിന് കുറച്ച് നെല്ല് വിറ്റാൽ അതിനുള്ള പൈസ ഉണ്ടാവും. ഇങ്ങനെ കൃഷിയുള്ള വീടുകളിൽ നിന്നാണ് ഭക്ഷണം കൊണ്ടുവരിക. ഒരു പള്ളിൻ്റെ മൂത്രപ്പര പൊളിച്ച് പണിയെടുക്കുന്നുണ്ട്, അതിനെന്തേലും സംഭാവന തരണം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ ഉണ്ടാവില്ല. അതേ സമയത്ത് പള്ളിയിൽ 2 മൂല്യന്മാരുണ്ട്, അവർക്ക് ചെലവ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ, അതിന് കുഴപ്പമില്ല, കാരണം അത് അവിടെ ഉണ്ട്. അപ്പോൾ അവർ സംതൃപ്തിയോടുകൂടെ കൊടുക്കുന്ന ഭക്ഷണം, ഇതാണ് തൊയ്യിബായ ഭക്ഷണം എന്ന് പറഞ്ഞത്. പിന്നെ അതിൻ്റെ ശേഷം ഇപ്പം നമ്മളൊക്കെ കമ്മിറ്റിയിൽ വന്നു. അപ്പം ഞാൻ കമ്മിറ്റിക്കാരനാണ്, നമ്മളൊക്കെ ആയി. അപ്പം നമ്മൾ എന്ത് തീരുമാനം എടുത്തു? എല്ലാ പെരയിലും ചെലവാണ്, അല്ലെങ്കിൽ മയ്യത്ത് കൊണ്ടുവരണ്ടാന്ന് തീരുമാനിച്ചു. അപ്പം ചെലവെടുക്കൽ എങ്ങനെ അയച്ചാൽ, ഇപ്പോൾ പണ്ടാറടക്കാൻ നാളെ ഇപ്പോൾ പള്ളിക്കത്തെ മൂലയിലെ ചെലവാണ് എന്ന് വിചാരിച്ചിട്ടാണ് കൊടുക്കുന്നത്, തൊയ്യിബാവൂല. കാരണം പണ്ടാറടക്കാനാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. ഹലാലാവും, കാരണം അയാൾ ഇവിടെ ജോലി ചെയ്യല്ലേ. ജോലി ചെയ്യുമ്പോൾ ഹലാലാണ്, അയാൾക്ക് ഭക്ഷണം അയാളുടെ ശമ്പളത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് ഹലാലാവും. തൊയ്യിബാവണമെങ്കിൽ കൊടുക്കുന്നവന്റെ മനസ്സിന്റെ സംതൃപ്തി വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ദിവസം ഇങ്ങനെ വൈകുന്നേരത്ത് ഒരു ഹോട്ടലിൽ ചായ കുടിക്കാൻ വേണ്ടി കയറി. ഇവിടെ തന്നെ നമ്മളെ കോട്ടക്കലിലൊരു ഹോട്ടലിൽ ചായ കുടിക്കും. എൻ്റെ കൂടെ 1-2 ആൾക്കാരും കൂടി ഉണ്ട്. അപ്പം അങ്ങനെ ചായ പറഞ്ഞു, എന്താ കടിയെന്ന് ചോദിച്ചപ്പോൾ ഷവർമ്മ ഉണ്ട് പറഞ്ഞു. അന്നായിക്കോട്ടെ ഒരു 3 റോള് ഷവർമ്മ കൊണ്ടുവരികയായിരുന്നു. അങ്ങനെ ഷവർമ്മ കൊടുന്ന് ചായ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ കൂടെയുള്ള ഒരാൾ വെയിറ്ററോട് പറഞ്ഞു, കുറച്ചുകൂടി മയോണീസ് വേണമെന്ന് പറഞ്ഞു. അപ്പം അയാൾ 2ാമത് മയോണീസ് കൊടുന്നപ്പോൾ അതിൽ മഴ പെയ്തിട്ട് ചോർന്നിക്കണു. മഴക്കാലമൊന്നുമല്ല എന്നിട്ടും. അപ്പം എന്താ സംഭവിച്ചാൽ ആ സാധനം പിന്നെ തിന്നാൻ പാടില്ല. കാരണം നൽകുന്നവൻ സംതൃപ്തിയോടുകൂടെയല്ല നൽകുന്നത് എന്നതാണ് കാരണം. അത് ഹലാലാകും, അവകാശമാണ്. അതേ സമയത്ത് തൊയ്യിബാവൂല, കാരണം സംതൃപ്തിയോടുകൂടെയല്ല നൽകിയിട്ടുള്ളത് എന്നതാണ് കാരണം. ഇതാണ് തൊയ്യിബ് എന്ന് പറഞ്ഞ സാധനം, നൽകുന്നവന്റെ സംതൃപ്തിയാണ്. 1000 രൂപക്ക് പണിയെടുത്തു, 1500 റുപ്യക്ക് വാശി പിടിച്ചു, ഇല്ലെങ്കിൽ നാളെ ഞാൻ പണിക്ക് വരില്ലാറുണ്ട്. നാളെ പണിക്ക് വന്നില്ലെങ്കിൽ മറ്റന്നാൾ കുടിയിരിക്കലാണ്, നടക്കൂല. അപ്പൊ എന്ത് തീരുമാനിച്ചു? ആയിക്കോട്ടെ 1500 എങ്കിൽ 1500, ആ 500 തൊയ്യിബാവൂല. എന്താ കാരണം? സംതൃപ്തിയോടുകൂടെ എല്ലാം നൽകിയത്. അതേ സമയത്ത് 1000 രൂപക്ക് പണിയെടുത്തു, 950 മതി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 1000 തന്നെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നൽകുന്നവൻ റാഹത്തായിട്ട് കൊടുക്കും, അപ്പോൾ അത് തൊയ്യിബായിരിക്കുകയും ചെയ്യും. ഇതിങ്ങനെ ബാക്കിയുള്ളതൊക്കെ ഇതിലേക്ക് കണക്ട് ചെയ്ത് മനസ്സിലാക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഹലാലുകൾ തൊയ്യിബല്ലാതെ പോകുന്നുണ്ട്. ഒരു കാരണവശാലും അങ്ങനെയുള്ള സാധനം ഭക്ഷണമായി ഉപയോഗിക്കാൻ പാടില്ല. ഇതാണ് ഞാൻ പറയുന്ന ആശയം. ഭക്ഷണം പട്ടിണി കിടന്നാലും ശരി, തൊയ്യിബല്ലാത്തത് ഉപയോഗിക്കാൻ പാടില്ല. സ്വന്തമായിട്ട് ഉപയോഗിക്കരുത്, ഭാര്യ സന്താനങ്ങൾക്ക് കൊടുക്കരുത്, എങ്കിൽ മാത്രമേ അവർ സ്വാലിഹീങ്ങളായി മാറുകയുള്ളൂ. അപ്പോൾ ഒന്നാമത്തേത് നല്ല പേരിടണം, രണ്ടാമത്തേത് ദീനിയും ദുന്യവിയുമായ ഇൽമ പഠിപ്പിക്കണം,
മൂന്നാമത്തേത് ഹലാലും ത്വയ്യിബുമായ ഭക്ഷണം കൊടുക്കണം. നാലാമത്തെ കാര്യം, മാതാപിതാക്കൾ മക്കളുടെ സ്വഭാവത്തെ നന്നാക്കിയെടുക്കണം. അതായത് സ്വഭാവം എന്ന് പറഞ്ഞാൽ പഠിക്കുന്നതല്ല, കണ്ട് മനസ്സിലാക്കുന്നതാണ്. സ്വഭാവം ബുക്ക് വായിച്ചിട്ടൊന്നും നേരാവൂല. സ്വഭാവം എന്ന് പറഞ്ഞ സാധനം കണ്ടുപഠിക്കുന്ന സാധനമാണ്. വാപ്പ എങ്ങനെയാണ് ചെയ്യുന്നത്, ഉമ്മ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ടാണ് പഠിക്കുന്നത്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി 4ാം ക്ലാസ് മദ്രസയിൽ വന്നിട്ട് അടുത്തിരിക്കണ കുട്ടിനെ 4 കാലും വാലുള്ള സാധനത്തിന്റെ പേരാണ്ട് വിളിച്ചാല് പെരേന്ന് ഒന്നുകിൽ ഉമ്മ വാപ്പാനെ വിളിക്കണത് കേട്ടതാണ്, അല്ലെങ്കിൽ വാപ്പ ഉമ്മാനെ വിളിക്കണത് കേട്ടതാണ്. അല്ലാതെ ഈ സ്വഭാവം വരൂല. സ്വഭാവം എന്ന് പറയുന്നത് കണ്ടുപഠിക്കുന്ന സാധനമാണ്. മാതാപിതാക്കളുടെ സ്വഭാവത്തിൽ നിന്നാണ് മക്കളുടെ സ്വഭാവം ഉണ്ടായി വരുന്നത്. അതുകൊണ്ട് സ്വഭാവത്തിന്റെ പരിപാലനം ചെയ്യണം. അത് നിരന്തരമായ പരിശീലനങ്ങളിലൂടെ നേടിക്കൊടുക്കണം. മദ്രസന്റെ അടുത്ത് കൂടെ ഇങ്ങനെ വാപ്പൻ മകനും കൂടിയും കയ്യും പിടിച്ചിങ്ങാണ്ട് പോവുകയാണ് മദ്രസന്റെ അടുത്ത് കൂടെ. അപ്പോൾ മോൻ വാപ്പാട് പറഞ്ഞു, വാപ്പ ഇന്റെ മദ്രസയാണിത് എന്ന് പറഞ്ഞു. എന്നാൽ വാപ്പ അപ്പോൾ പറയണം, മോനെ ഇന്റെ മദ്രസ എന്ന് പറയരുത്, ഞങ്ങളെ മദ്രസയാണെന്ന്. അതാണ് ഈ സ്വഭാവം എന്ന് പറഞ്ഞ സാധനം. ഇന്റെ മദ്രസ എന്ന് പറയല്ല മോനെ, ഞങ്ങളെ മദ്രസ എന്ന് പറയാൻ. സംഭവം വളരെ നിസ്സാരാണ്, പക്ഷെ ആ കുട്ടിയുടെ സ്വഭാവം അതിനനുസരിച്ചാണ് രൂപപ്പെട്ടു വരിക. ഇങ്ങനെ പറഞ്ഞും കാണിച്ചും ഗുരുനാഥന്മാരോടുള്ള പെരുമാറ്റമൊക്കെ അങ്ങനെയാണ് കിട്ടുന്നത്. ഒരു ദിവസം 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി സ്കൂള് വിട്ട് വീട്ടിൽ വന്നപ്പോ പറഞ്ഞു, വാപ്പ അല്ലെങ്കിൽ ഉമ്മ, ഞങ്ങളെ സ്കൂളിലെ ഹെഡ്മാഷ എല്ലാരും ചേനത്തലേന്നാണ് വിളിക്കല് എന്ന് പറഞ്ഞു. ആള് കഷണ്ടിയാണ്. അതില് വാപ്പ ചോദിക്കാണ്, എന്തേജ് പറഞ്ഞത്? അപ്പൊ അവൻ പറഞ്ഞു, എല്ലാരും ചേനത്തലേന്നാണ് വിളിക്കണത് എന്ന് പറഞ്ഞു. അതിൽ വാപ്പ പറഞ്ഞു, അത് അയാൾക്ക് പറ്റിയ പേരെന്നെയാണ്. ഏത്? ഇവന്റെ സിറാത്ത് പാലം കിടക്കുമ്പോ ഈ കുട്ടി കയ്യമ്മ പിടിച്ചണത്ര ഓലത്തും. അത് അപ്പ തിരുത്തി കൊടുക്കണം, അപ്പ തിരുത്തണം. മോനെ, ഗുരുനാഥന്മാരെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല, വാപ്പക്ക് അത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഒരിക്കൽ അത് നിമിഷം തിരുത്തി കൊടുത്തില്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവിതം മൊത്തം അങ്ങനെ പോവുള്ളൂ. ഗുരുനാഥനെ ഇൻസൾട്ട് ചെയ്ത ആളുടെ വജീനം മുടങ്ങും, അവന്റെ ആക്തിപത്ത് ചീത്തയായിരിക്കും. ഗുരുനാഥനെ ചീത്ത പറയുന്ന ആള് സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ട് എടുക്കെത്തിയില്ല, കണ്ണടപ്പീട് തുടങ്ങിയിട്ട് എടുക്കെത്തിയില്ല, ഗൾഫ് പോയിട്ട് ഒന്നും ആയില്ല, അരിക്കച്ചവടം ചെയ്തിട്ട് എടുക്കെത്തിയില്ല, റോഡ് പണി എടുത്തു നോക്കി എടുക്കെത്തിയില്ല, കോൺക്രീറ്റ് എടുത്തു എടുക്കെത്തുന്നില്ല, പലയിടത്തും പൈസ കൊടുത്തു, അതിന് ഇങ്ങോട്ട് റിട്ടേണില്ല. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കടയിൽ നിന്ന് സാധനം വാങ്ങുന്നത് കടമായി വന്നു. ഒജീനം കടമായി വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായും പരിശോധിക്കണം ഏത് ടീച്ചറെ സാരിയിലേക്കാണ് മഷി കുടഞ്ഞിട്ടുള്ളത് എന്നത്. ഗുരുവിനെ ഇൻസൾട്ട് ചെയ്തവന് മാത്രമേ ഒജീനം തടയപ്പെടുകയുള്ളൂ. ഇതൊക്കെ വാപ്പാന്റെ അടുത്തും ഉമ്മാന്റെ അടുത്തും കേട്ട് പഠിക്കുന്നതാണ്. അതിനാൽ ഗുരുനാഥന്മാരെ ഇൻസൾട്ട് ചെയ്യുന്ന സ്വഭാവം സമ്മതിക്കാൻ പാടില്ല. മാതാപിതാക്കളുടെ പെരുമാറ്റം കണ്ടാണ് സ്വഭാവം പഠിക്കുന്നത്. 5 സെന്റ് സ്ഥലം അതിലൊരു ചെറിയ പെരിയായപ്പോഴേക്ക് ഉച്ചക്കും രാവിലെയും വൈകുന്നേരം തറവാട്ടിലുള്ള ഉമ്മാനെയും ബാപ്പാനെയും കുട്ടികളെ മുമ്പിൽ വെച്ച് മോശമാക്കി സംസാരിച്ചാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഇവന്റെ മാതാപിതാക്കൾ അനുഭവിക്കേണ്ടി വരും. നമ്മളെ വാപ്പാനോടും ഉമ്മാനോടും എങ്ങനെ പെരുമാറുന്നു എന്നത് മാത്രമേ നമ്മളെ മക്കളിൽ നിന്ന് തിരിച്ചു ലഭിക്കുള്ളൂ. ചരിത്രത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നു ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു. മഹാനായ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ മകന് കൊടുത്ത ഉപദേശങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം നിലവിൽ വന്നിട്ടുണ്ട്, സൂറത്തുൽ ലുക്മാൻ. എന്താ ഈ ലുക്മാന്റെ പ്രത്യേകത? ഈ ലുക്മാന് പ്രായമായ ഒരു ഉമ്മയുണ്ടായിരുന്നു. സയ്യിദുനാ ലുക്മാൻ റളിയല്ലാഹു അൻഹുവിന് പ്രായമായ ഒരു ഉമ്മയുണ്ടായിരുന്നു. എന്നും രാവിലെ ലുക്മാൻ ജോലിക്ക് പോകുമ്പോ ഉമ്മയോട് ചോദിക്കും, ഉമ്മ, ലുക്മാൻ എങ്ങക്ക് വേണ്ടിയാണ് ജോലിക്ക് പോണത്? വൈകുന്നേരം വരുമ്പോ ഉമ്മക്ക് എന്താ കൊണ്ടുവരേണ്ടത് എന്ന് ചോദിക്കും. അപ്പൊ എന്നും ഉമ്മ എന്തേലും ഒന്ന് പറയും, അത് കൊടുന്നു കൊടുക്കും വൈകുന്നേരം വരുമ്പോ. ഇങ്ങനെ ഉമ്മക്ക് പ്രായം കൂടി വന്നു, പ്രായത്തിന്റെ അസ്വസ്ഥതകൾ തുടങ്ങി. പ്രായം കൂടി വന്നാല് സംസാരത്തിനൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ വരും.
അങ്ങനെ ഉമ്മാക്ക് പ്രായത്തിന്റെ അസ്വസ്ഥത തുടങ്ങി. ഒരു ദിവസം ലുക്മാന് രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി തയ്യാറായിട്ട് ഉമ്മാന്റെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, ഉമ്മ ലുക്മാൻ ജോലിക്ക് പോവുകയാണ്, വൈകുന്നേരം വരുമ്പോ ഉമ്മാക്ക് എന്താ കൊണ്ടുവരേണ്ടത് എന്ന് ചോദിച്ചു. അതിൽ ഉമ്മ പറഞ്ഞു, മോനെ സ്വർഗത്തുനിന്ന് ഒരു പിടി മണ്ണ് കൊണ്ടുവരണ്ടു പറഞ്ഞു. അതിൽ ലുക്മാൻ റളിയല്ലാഹു അൻഹു ഇമ്മാന്റെ കാലിലോട്ടുനിന്ന് ഒരു പിടി മണ്ണെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇതന്നെയാണ് ഉമ്മ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ്, ലുക്മാൻ ഇന്ന് ജോലിക്ക് പോണില്ല പറഞ്ഞു. ആ മനുഷ്യൻ തന്റെ മകന് കൊടുത്ത ഉപദേശം പരിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ സൂറത്തിന്റെ പേരാണ് സൂറത്തുൽ ലുഖ്മാൻ. സ്വന്തം മക്കളെ ഉപദേശിക്കാനുള്ള യോഗ്യത ഉണ്ടാവണമെങ്കിൽ അവനാന്റെ അമ്മാനും പാപ്പാനും നോക്കിയിരിക്കണം എന്നതാണ് നിബന്ധന. അതുകൊണ്ട് ചെറിയ കാര്യമായി കാണരുത്. അഞ്ചാമത്തെ വിഷയമാണ് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ദുആ ചെയ്യണം എന്നത്. പ്രത്യേകിച്ച് ഉമ്മാന്റെ ദുആ മക്കൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഖൈറിന് വേണ്ടി മാത്രമേ ദുആ ചെയ്യാവൂ, ഷെറിന് വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല. അത് ദുആന്റെ പരിധിയിൽ വരികയും ഇല്ല. ഖൈറിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നതാണ് ദുആയുടെ പരിധിയിൽ വരുന്നത്. അതുകൊണ്ട് എന്തൊക്കെയായാലും ഖൈറിന് വേണ്ടി മാത്രമേ ദുആ ചെയ്യാവൂ. അങ്ങനെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിച്ച് നമ്മൾ ജീവിക്കുന്നത് നമ്മളെ മക്കൾക്ക് വേണ്ടിയാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് ഓല് കേടുന്ന പിന്നെ എന്താ നമുക്ക് ഇവിടെ ഉള്ളത് എന്ന് ചിന്തിച്ച് അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങളിലൊക്കെ നമ്മൾ സമയം ചെലവഴിക്കണം.